ലോകം മറ്റൊരു യുദ്ധത്തിന്റെ വക്കിലാണോ? തായ്വാൻ ദ്വീപിനെ പൂർണ്ണമായും വളഞ്ഞ് ചൈനയുടെ വമ്പൻ സൈനിക നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് മിഷൻ 2025 എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക അഭ്യാസത്തിലൂടെ തായ്വാനെ ശ്വാസം മുട്ടിക്കാനാണ് ബീജിംഗിന്റെ നീക്കം. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ചൈനീസ് യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും തായ്വാൻ കടലിടുക്കിൽ അസാധാരണമായ നീക്കങ്ങളാണ് നടത്തുന്നത്. 11 കപ്പലുകളും ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളും ദ്വീപിനെ വളഞ്ഞു കഴിഞ്ഞു. ഇത് വെറുമൊരു അഭ്യാസമല്ല, മറിച്ച് തായ്വാനിലെ പ്രധാന തുറമുഖങ്ങൾ എങ്ങനെ ഉപരോധിക്കാം എന്നതിന്റെ കൃത്യമായ റിഹേഴ്സലാണ് എന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. തായ്വാൻ തീരത്തിന് വെറും 24 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ ചൈനീസ് കപ്പലുകൾ മനഃപൂർവ്വം അതിക്രമിച്ച് കയറിയിരിക്കുകയാണ്. അമേരിക്കയുമായിട്ടുള്ള തായ്വാന്റെ ആയുധ ഇടപാടാണ് ചൈനയെ ഇത്രമേൽ ചൊടിപ്പിച്ചിരിക്കുന്നത്, പ്രകോപിതരാക്കിയിരിക്കുന്നത്. തായ്വാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ പാക്കേജായ $11.1 ബില്യൺ സൈനിക സഹായം കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക തായ്വാന് പ്രഖ്യാപിച്ചത്. ഇതിൽ പ്രകോപിതരായ ബീജിംഗ് തായ്വാന് ശക്തമായ മുന്നറിയിപ്പ് നൽകാൻ ആണ് ഈ ലൈവ് ഫയർ ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നത്. എന്നാൽ ചൈനയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തായ്വാൻ തയ്യാറല്ല. തങ്ങളുടെ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചൈനയുടെ ഉള്ളിലേക്ക് 300 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള US നിർമ്മിത ഹിമാർസ് റോക്കറ്റ് സംവിധാനങ്ങൾ സജ്ജമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് തായ്വാൻ തിരിച്ചടിച്ചത്. ഏത് നിമിഷവും ഒരു ദ്രുത പ്രതികരണത്തിന്, ഒരു റാപ്പിഡ് റെസ്പോൺസിന് സൈന്യം സജ്ജമാണെന്ന് തന്നെയാണ് തായ്വാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏഷ്യ പസഫിക് മേഖലയിൽ അശാന്തി പടർത്തുന്ന ഈ നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയും ബാധിച്ചേക്കാം. ചൈനയുടെ ഈ ഉപരോധ നീക്കം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് തായ്വാൻ പ്രഖ്യാപിക്കുമ്പോൾ തായ്വാൻ കടലിടുക്കിൽ യുദ്ധകാഹളം മുഴങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.